പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇതൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. കോട്ടയം ജില്ലയിലെ വെച്ചൂർ മുതൽ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിൻ്റെ കുറുകെ പണിതിരിക്കുന്ന ഒരു ബണ്ടാണ് ഈ കാണുന്നത്. ഞങ്ങൾ വേമ്പനാട്ട് കായലിൽക്കൂടെ ഒരു സ്പീഡ് ബോട്ട് ജേർണി നടത്താൻ പോവുകയാണ്. ഞാനും വൈഫുമാണ് സ്പീഡ് ബോട്ടുള്ളത്. ഈ ബണ്ടിൻ്റെ വളരെ സമീപത്തു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന സ്പീഡ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് സ്പീഡ് ബോട്ട് ഇപ്പോൾ പോകുന്നത്. ഈ സ്പീഡ് ബോട്ട് വളരെയധികം സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് സ്വല്പം ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബോട്ട് ചെരിയേയും മറ്റും ചെയ്യുമ്പോൾ ഇത് മറിയുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല, വളരെ സേഫാണ് ഈ ബോട്ട്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വായു വേഗത്തിലാണ് ഈ ബോട്ട് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1975 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഈ കാണുന്നത് ഒരു ഗേറ്റ് വേ ആണ്. ഷട്ടേഴ്സൊക്കെ പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനം വഴിയാണ്. അത് നമുക്ക് മെക്കാനിക്കലായിട്ട് ഷട്ടറുകൾ ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും സാധിക്കും. ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ ഷട്ടറുകൾ താത്തുകയും മെയ് മാസത്തിൽ ഷട്ടറുകൾ ഉയർത്തുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. മുൻപ് കടലിൽ നിന്നും വേമ്പനാട്ട് കായൽ വഴി കുട്ടനാട്ടിലേക്ക് ഓരുവെള്ളം, അതായത് കടൽ വെള്ളവും കായൽ വെള്ളവും ഒന്നിച്ച് ചേർന്ന് കയറി നെൽകൃഷി നശിക്കുമായിരുന്നു. ഇത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഈ കാണുന്നത് ഒരു ഗേറ്റ് വേ ആണ്. ഏറ്റവും വീതിയുള്ള ഗേറ്റ് വേ ആണ് ഇത്. 2 ഗേറ്റ് വേകളുള്ളത്. ഇത് രണ്ടാമത്തെ ഗേറ്റ് വേ ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വീതിയുള്ള ഗേറ്റ് വേ. ഈ ഗേറ്റ് അടയ്ക്കുന്നത് തുറക്കുന്നതും ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെയാണ്. അതാണ് ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇത് വെച്ചാണ് ഈ ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ക്ലിയർ ആയിക്കില്ലോ അല്ലേ?
വലിയ വിഷം പേടിക്കേണ്ട കാര്യമില്ല. സുജിത് ഭക്തനെ മാറ്റാൻ കണ്ടില്ലേ അവിടെ ന്യൂസിലൻഡില് ഞങ്ങളുടെ സ്പീഡ് ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഈ തണ്ണീർമുക്കം ബണ്ട് വഴി തണ്ണീർമുക്കം വരെ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ബണ്ട് പണിതിരിക്കുന്നത്. ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ 31 ഷട്ടർ വീതവും 3-ാം ഘട്ടത്തിൽ 28 ഷട്ടറുമാണ് ഉള്ളത്. അങ്ങനെ തണ്ണീർമുക്കം ബണ്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ കുമരകത്തേക്കാണ് യാത്രയായത്. കുമരകത്തുള്ള ഒരു ഹൗസ് ബോട്ടിൽ കയറി ഞങ്ങൾ വേമ്പനാട്ട് കായലിൽ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ബോട്ടിൽ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചെയറുകളുണ്ട്, അതുപോലെ ഒരു കോട്ടുണ്ട്, പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. 25 പേർക്ക് വരെ ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ബാത്റൂമുണ്ട്. അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ബോട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ട്. ഈ ബോട്ടിന് മണിക്കൂറിന് 800 രൂപ വെച്ചാണ് ഞങ്ങൾ ഹയർ ചെയ്തേക്കുന്നത്. നമ്മൾ എത്ര മണിക്കൂർ ആണ് എടുക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ചാർജ്. ഈ ബോട്ടിൽ 8 or 10 പേരെ ഉള്ളൂ എങ്കിൽ മണിക്കൂറിന് 800 വെച്ച് കൊടുത്താൽ മതി. പക്ഷെ കൂടുതൽ ആൾക്കാരുണ്ട് എങ്കിൽ അതനുസരിച്ച് സ്വല്പം കൂടി റേറ്റ് കൂടും എന്നാണ് ഡ്രൈവർ അറിയിച്ചത്. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ വന്നത് കനാലിൽ കൂടിയായിരുന്നു. കനാൽ നേരെ വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം ഹൗസ് ബോട്ടുകൾ ഈ കായലിൽ കൂടെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാം. യാത്രക്കാരുമായിട്ട് പോകുന്ന ഹൗസ് ബോട്ടുകളാണ് ഇവയെല്ലാം. ഇങ്ങനെ ധാരാളം ബോട്ടുകളാണ് ഈ വേമ്പനാട്ട് കായലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. കായലിൻ്റെ നടുവിൽ എക്കലടിഞ്ഞുണ്ടായ തുരുത്തുകളാണ് കാണുന്നത്. അവിടെയൊക്കെ ആഴം വളരെ കുറവാണ്.
ഈ വരുന്നത് ഒരു ഗവൺമെൻറ് ബോട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.